ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. SSC ആൻഡ് റെയിൽവേ എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട പൊളിറ്റിയിലെ ഒരു ടോപ്പിക്കാണ് അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്. ഇതുവരെ നടന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല അമെൻമെന്റ്സും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ആൻഡ് ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതുവരെ നടന്നിട്ടുള്ള അമെൻമെന്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സിനെ കുറിച്ചുമാണ്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ സെഷനിലേക്ക് പോകാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്? അമെൻമെന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പുതിയൊരു പ്രൊവിഷൻ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊവിഷൻ ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷനകത്ത് എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരുന്നു. പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്താലോ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിലീറ്റ് ചെയ്താലോ, അല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനത്തിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലോ, അതെല്ലാം തന്നെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റ് തന്നെയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 26 ജനുവരി 1950 അന്നുള്ള സിറ്റുവേഷൻ അല്ല ഇന്ന് എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. ടൈം ചേഞ്ച് ചെയ്തു, സൊസൈറ്റി ചേഞ്ച് ചെയ്തു. അതനുസരിച്ച് എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷനകത്തും ചേഞ്ച് വരണം. ഇല്ലെങ്കിൽ എന്തില്ല? കോൺസ്റ്റിറ്റ്യൂഷന് ഒരു വാല്യൂ ഇല്ലാതായി പോകും. അതായത് ഒരു ചേഞ്ചും ഇല്ലാതെ അന്ന് എന്താണോ എഴുതി വെച്ചിരുന്നത് അത് തന്നെയാണ് ഇന്നും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പല പ്രൊവിഷൻസും ഇന്ന് എന്തില്ല? ആപ്ലിക്കബിലിറ്റി ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ടൈം ടു ടൈം അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നോക്കാം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ സാധിക്കും? 3 രീതിയിൽ ചേഞ്ച് ചെയ്യാൻ, 3 രീതിയിൽ അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ അമെൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബൈ സിമ്പിൾ മെജോറിറ്റി. ഒരു സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്തുകൊണ്ട്, അതായത് നോർമലി ഒരു ലോ എങ്ങനെയാണോ പാസ്സാക്കുന്നത് അതേപോലെ തന്നെ ഒരു സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ആർട്ടിക്കിൾ 368 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 368. ഈ ആർട്ടിക്കിൾ 368നകത്ത് 2 രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒന്ന് സിമ്പിൾ മെജോറിറ്റി വഴി, ആൻഡ് രണ്ടാമത്തത് ആർട്ടിക്കിൾ 368ൽ പറഞ്ഞിരിക്കുന്ന 2 ടൈപ്പ് ഓഫ് അമെൻമെന്റ് വഴി. സിമ്പിൾ ആയിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 368ൽ പറഞ്ഞിരിക്കുന്ന 2 മെത്തേഡ്സ് വഴി ഓർ 2 അമെൻമെന്റ്സ് വഴി എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണെന്ത്? സിമ്പിൾ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില പ്രൊവിഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. പാർലമെന്റ് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. അതായത് ലോക്സഭയിലും സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായാൽ മതി, രാജ്യസഭയിലും സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായാൽ മതി. അങ്ങനെ സിമ്പിൾ മെജോറിറ്റി, പാർലമെന്റ് സിമ്പിൾ മെജോറിറ്റി വേണ്ട ചില പ്രൊവിഷൻസ്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതിന് സിമ്പിൾ മെജോറിറ്റി വേണ്ട ചില പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് സിമ്പിൾ മെജോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര മെമ്പേഴ്സ് ആണോ പ്രസന്റ് ആയിരിക്കുകയും ഒരു ഹൗസിൽ പ്രസന്റ് ആയിരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നത് ആ മെമ്പേഴ്സിന്റെ 50% പ്ലസ് 1നെയാണ് എന്ത് ചെയ്യുന്നത്? സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലോക്സഭ തന്നെ കൺസിഡർ ചെയ്യുക. ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 ആണ്. സേ ഫോർ എക്സാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഒരു പ്രൊവിഷൻ ചേഞ്ച് ചെയ്യുന്ന ദിവസം 3 മെമ്പേഴ്സ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബില്ല് കൊണ്ടുവരുന്ന ദിവസം 3 മെമ്പേഴ്സ് ലോക്സഭയിൽ ആബ്സെന്റ് ആണെന്ന് വിചാരിക്കാം. അന്നുള്ള ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 540 ആണ്. ആൻഡ് ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബില്ല് വന്നപ്പോൾ ആ ബില്ലിന്റെ ചർച്ചയിൽ പ്രതിഷേധിച്ച് ഒരു 40 MPs ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് വിചാരിക്കാം. സോ ബാക്കി 500 പേര് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഫൈനലി ഈ ഒരു ബില്ലിനകത്ത് പ്രസന്റ് ആയിരിക്കുകയും വോട്ടിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുള്ളൂ. പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, അതായത് ഈ ഒരു ബില്ല് വോട്ടിങ്ങിന് വരുമ്പോൾ അവിടെ പ്രസന്റ് ആയിരിക്കുകയും ആ വോട്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് 500 മെമ്പേഴ്സ് മാത്രമാണ്. ഇങ്ങനെയുള്ള പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സിന്റെ 50% പ്ലസ് 1നെ വിളിക്കുന്ന പേരാണെന്ത്? സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ 500ന്റെ 50%, അതായത് 250 പ്ലസ് 1. ഇവിടെ 251 ആണെന്ത്? സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഒരു ഹൗസിൽ എത്ര പേരാണോ പ്രസന്റ് ആയിരിക്കുകയും വോട്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അത്രയും മെമ്പേഴ്സിന്റെ 50% പ്ലസ് 1നെ വിളിക്കുന്ന പേരാണെന്ത്? സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 368ന്റെ പുറത്താണ്. ആർട്ടിക്കിൾ 368ൽ പറഞ്ഞിരിക്കുന്ന 2 അമെൻമെന്റ്സിൽ പെടുന്ന അമെൻമെന്റ് അല്ല എന്ത്? സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസ് നോക്കാം.
അതിൽ ഫേസ്റ്റ് വൺ ആണെന്ത് അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 2 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 2 പ്രകാരം പാർലമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് പുതിയൊരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യാനോ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ സാധിക്കും. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു പുതിയ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അമെന്റ്മെന്റ്സിന് എന്ത് ആവശ്യമില്ല, അങ്ങനെയുള്ള അമെന്റ്മെന്റ്സിന് സിമ്പിൾ മെജോറിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. സോ ഈ ടൈപ്പ് ഓഫ് അമെന്റ്മെന്റ്സ് പുതിയ സ്റ്റേറ്റിനെ ആഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിന് എന്ത് മാത്രം മതി, സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 2014 ഇന്ത്യൻ യൂണിയനിൽ എക്സിസ്റ്റ് ചെയ്ത ആന്ധ്രാപ്രദേശ് എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കുറച്ച് പോർഷൻസ് കാർവ് ഔട്ട് ചെയ്ത് തെലങ്കാന ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ പുതിയ സ്റ്റേറ്റ്സ് ഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സിന്റെ ഏരിയയോ ബൗണ്ടറിയോ പേരോ ചേഞ്ച് ചെയ്യുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ചെയ്യണം, റെസ്പെക്റ്റീവ് ആയിട്ട് ചേഞ്ചസ് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന ചേഞ്ചസിന് എന്ത് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരുന്ന ചേഞ്ചസിന് സിമ്പിൾ മെജോറിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആർട്ടിക്കിൾ 2 പ്രകാരവും അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 3 സോ ആർട്ടിക്കിൾ 2 പ്രകാരമോ ആർട്ടിക്കിൾ 3 പ്രകാരമോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ എവിടെയാണ് ആ ചേഞ്ചസ് റിഫ്ലക്ട് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 1 അതുപോലെ തന്നെ ഷെഡ്യൂൾ 4 ഷെഡ്യൂൾ 1 അതുപോലെ തന്നെ ഷെഡ്യൂൾ 4 ആണ് എന്ത് ചെയ്യേണ്ടത്, ചേഞ്ചസ് വരുത്തേണ്ടത്. പുതിയൊരു സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ആഡ് ചെയ്താലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്താലും ഷെഡ്യൂൾ 1 എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഷെഡ്യൂൾ 4 എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഇനി എന്താണ് ഷെഡ്യൂൾ 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളുടെ പേര്, അവരുടെ ജോഗ്രഫിക്കൽ ഏരിയ. ഇന്ത്യയിലുള്ള യൂട്ടീസിന്റെ പേര്, അവരുടെ ജോഗ്രഫിക്കൽ ഏരിയ. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾ 1 ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഷെഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റ്സിനും എത്ര രാജ്യസഭാ സീറ്റ്സ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ 4 ഈ രണ്ട് ഷെഡ്യൂളിനകത്ത് എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് വരുത്തേണ്ടി വരും. പുതിയൊരു സ്റ്റേറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിന്റെ പേര്, അതിന്റെ ജോഗ്രഫിക്കൽ ഏരിയ ഷെഡ്യൂൾ 1 എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷെഡ്യൂൾ 4 എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റേറ്റ്സിന് എത്ര രാജ്യസഭാ സീറ്റ്സ് അലോട്ട് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യണം, ഷെഡ്യൂൾ 4 അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുന്ന ചേഞ്ചസിന് സിമ്പിൾ മെജോറിറ്റി മാത്രമേ എന്തുള്ളൂ, ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്ത് മാത്രം മതി, സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. അതായത് പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് എന്നുണ്ട്, 2 ഹൗസസ് ഉണ്ട്, ലോക്സഭയുണ്ട് അതുപോലെ തന്നെ രാജ്യസഭയുണ്ട്. 2 ഹൗസസ് ഉണ്ട്, ലോക്സഭ അതുപോലെ തന്നെ രാജ്യസഭ. അതേപോലെ ചില സ്റ്റേറ്റുകൾക്ക് അല്ലെങ്കിൽ ചില സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന് എന്തുണ്ട്, 2 ഹൗസസ് ഉണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭകളും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസും ഉണ്ട്. ഒരു സ്റ്റേറ്റിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അബോളിഷ് ചെയ്യാനും പാർലമെന്റിന് മാത്രമേ സാധിക്കൂ. ആൻഡ് പാർലമെന്റ് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് മാത്രം മതി, സിമ്പിൾ മെജോറിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. ഇതാണ് സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണെന്ത്, ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ്. ഇതെന്ന് പറയുന്ന ആർട്ടിക്കിൾ 368 മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അമെൻമെന്റ് ആണ്. മൊത്തം 3 ടൈപ്പ് ഓഫ് അമെൻമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സിമ്പിൾ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്ന 2 ടൈപ്പ് ഓഫ് അമെൻമെന്റ്സും. ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ടൈപ്പ് ഓഫ് അമെൻമെന്റ് ആണെന്ത്, ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 കണ്ടീഷൻസ്, ഇവിടെ മെജോറിറ്റിക്ക് 2 കണ്ടീഷൻസ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഏത് ഹൗസിലാണോ ഉള്ളത് ആ ഒരു ഹൗസിന്റെ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റിയും വേണം. അതുപോലെ തന്നെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആ ഒരു ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 50% കൂടുതലായിരിക്കണം. എക്സാമ്പിൾ വെച്ച് പറയാം. എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് ചോദിച്ചാൽ ലോക്സഭയുടെ എക്സാമ്പിൾ തന്നെ എടുക്കുക. സപ്പോസ് ലോക്സഭയിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട ഒരു ബില്ല് അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമായിട്ട് ഒരു പ്രൊവിഷൻ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നടക്കുന്നത്. ഒരു ബില്ലിന്മേലുള്ള ഡിസ്കഷനാണ് നടക്കുന്നത്. ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 ആണ്.
ഈ 543ൽ ഒരു 3 മെമ്പേഴ്സ് അന്ന് ആബ്സെന്റ് ആണെന്ന് വിചാരിക്കുക. സോ ബാക്കിയുള്ളത് 540 മെമ്പേഴ്സ്. ഈ 540 മെമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആൻഡ് ഈ 540 മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബില്ലിന്റെ ചർച്ചയിൽ പ്രസന്റ്, ആ ഒരു ബില്ല് വോട്ടിങ്ങിന് ഇടുമ്പോൾ അവിടെ പ്രസന്റ് ആയിരിക്കുകയും അതുപോലെ തന്നെ വോട്ടിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 540 ആണ്. സോ ഈ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി കിട്ടണം. ഈ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ 2/3 ഓഫ് 540. പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 540 ആണ്. എത്ര പേരാണോ പ്രസന്റ് ആയിരിക്കുകയും വോട്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്, ആ നമ്പറിന്റെ 2/3 കിട്ടണം. ആൻഡ് ഈ 2/3 ആയിട്ട് കിട്ടുന്ന ഈ ഒരു നമ്പർ, അതായത് 2/3 ഓഫ് 540 ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടുമല്ലോ, ഒരു വാല്യൂ കിട്ടുമല്ലോ. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നതായിരിക്കണം ഈ ഒരു ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 50% കൂടുതലായിരിക്കണം. സോ 50% ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 50% ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ് പ്ലസ് 1. അതായത് ഇപ്പോൾ 2/3 ഓഫ് 540 ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 360 ആയിരിക്കും കിട്ടാൻ പോകുന്ന വാല്യൂ. 2/3 ഓഫ് 540 ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 360 ആയിരിക്കും കിട്ടാൻ പോകുന്ന വാല്യൂ. ആൻഡ് ഈ 360 എന്തായിരിക്കണം, ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് ആയിട്ടുള്ള 543യുടെ എന്തായിരിക്കണം, 50% കൂടുതലായിരിക്കണം. 50% ഓഫ് 543 എന്ന് പറയുന്നത് എത്രയാണ്, 272, അറൌണ്ട് 272. സോ 360 എന്ന് പറയുന്നത് 272നേക്കാളും കൂടുതലാണ്. സോ ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ സ്പെഷ്യൽ മെജോറിറ്റി. എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹൗസിൽ പ്രസന്റ് ആയിരിക്കുകയും വോട്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി കിട്ടണം. ആൻഡ് ആ 2/3 മെജോറിറ്റി ആയിട്ട് കിട്ടുന്ന നമ്പർ എത്രയാണോ, ആ നമ്പർ എന്ന് പറയുന്നത് ആ ഒരു ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 50% കൂടുതലും ആയിരിക്കണം. ഇവിടെ 2/3 ഓഫ് 540 എന്ന് പറയുന്നത് 360 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 50% ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ലോക്സഭ. 540യുടെ 50% ആയിട്ടുള്ള 272ൽ കൂടുതലാണ്. സോ ദിസ് ഇസ് കൺസിഡേർഡ് ആസ് എ സ്പെഷ്യൽ മെജോറിറ്റി. ഇനി സ്പെഷ്യൽ മെജോറിറ്റി യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ടൈപ്പ് 1, അതായത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് അമെൻമെന്റ് പഠിച്ചല്ലോ, ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ്. സോ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസും, അതുപോലെ തന്നെ ഇനി നമ്മൾ ടൈപ്പ് 3 അമെൻമെന്റ്, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് അമെൻമെന്റ് പഠിക്കും. ആ അമെൻമെന്റ് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസും ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രൊവിഷൻസും, കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ബാക്കി എല്ലാ പ്രൊവിഷൻസും ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം, സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ മെജോറിറ്റി ഓഫ് പോർഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിലും എന്തിന്റെ ആവശ്യമുണ്ട്, സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമുണ്ട്. സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസും, അതുപോലെ തന്നെ ഇനി പഠിക്കാൻ പോകുന്ന തേർഡ് ടൈപ്പ് ഓഫ് അമെൻമെന്റ് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഒഴികെ ബാക്കി എല്ലാ പ്രൊവിഷൻസും ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റി യൂസ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് എന്ത് അമെൻമെന്റ് കൊണ്ടുവരണമെങ്കിലും സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. DPSPക്കകത്ത് എന്ത് ചേഞ്ച് കൊണ്ടുവരണമെങ്കിലും എന്ത് ആവശ്യമാണ്, സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. അതുപോലെ തന്നെ സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസും, അടുത്ത പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് അമെൻമെന്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഒഴികെയുള്ള ബാക്കി ഏത് പ്രൊവിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിലും എന്തിന്റെ ആവശ്യമുണ്ട്, സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമുണ്ട്. നെക്സ്റ്റ്, അടുത്ത ടൈപ്പ് ഓഫ് അമെൻമെന്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ. ഇതാണ് ആർട്ടിക്കിൾ 368ൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ടൈപ്പ് ഓഫ് അമെൻമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ആർട്ടിക്കിൾ 368ൽ പറഞ്ഞിരിക്കുന്ന തേർഡ് ടൈപ്പ് ഓഫ് അമെൻമെന്റ് എന്ന് പറയുന്നത്, ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ. ആർട്ടിക്കിൾ 368ൽ 2 ടൈപ്പ് ഓഫ് അമെൻമെന്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരെണ്ണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ്. രണ്ടാമത്തേതാണെന്ത്, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൺട്രി എന്ന് പറയുന്ന ഫെഡറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു കൺട്രിയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള പല പ്രൊവിഷൻസിനും ഫെഡറൽ ക്യാരക്ടർ ഉണ്ട്. ഇങ്ങനെ ഫെഡറൽ ക്യാരക്ടറുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം, ഈ ഒരു അമെൻമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ. അതായത് സ്റ്റേറ്റുകളെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പാർലമെന്റിന് ചേഞ്ച് ചെയ്യണമെങ്കിൽ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ മാത്രം പാസ്സാക്കിയാൽ പോരാ, ബാക്കി സ്റ്റേറ്റ്സ്, അതായത് ഇന്ത്യയിലുള്ള ടോട്ടൽ സ്റ്റേറ്റ്സിന്റെ പകുതി സ്റ്റേറ്റ്സ് എങ്കിലും എന്ത് ചെയ്യണം, അതിനെ ശരിവെക്കുകയും വേണം. ഇതാണ് തേർഡ് ടൈപ്പ് ഓഫ് അമെൻമെന്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ഇലക്ഷൻ എടുക്കുക. പ്രസിഡന്റ് ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ
ഇവിടെ പ്രസിഡന്റ് ഇലക്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ പ്രസിഡന്റ് ഇലക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ മെമ്പേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിലുള്ള ഇലക്ടഡ് മെമ്പേഴ്സ്, ലോക്സഭയിലും രാജ്യസഭയിലും ഇലക്ടഡ് മെമ്പേഴ്സ് പ്രസിഡന്റ് ഇലക്ട്രൽ കോളേജിലുണ്ട്. അതുകൂടാതെ സ്റ്റേറ്റുകളിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ സംസ്ഥാന നിയമസഭകളിലെ ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, പ്രസിഡന്റ് ഇലക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സും റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ്സും പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ, പ്രസിഡന്റ് ഇലക്ഷനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രൽ കോളേജിന് സ്റ്റേറ്റ്സിനും എന്തുണ്ട്, റെപ്രസെന്റേഷൻ ഉണ്ട്. ഇങ്ങനെ സ്റ്റേറ്റിനെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫീച്ചേഴ്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, ഈ ഒരു ടൈപ്പ് ഓഫ് അമെൻമെന്റ് ആണ് വേണ്ടത്. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മെജോറിറ്റി വേണം. ആ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാർലമെന്റ് 2 ഹൗസസിലും പാസ്സായ മാത്രം പോരാ, വേറെ എന്തുകൂടെ വേണം, ഇന്ത്യയിൽ എത്രയാണോ ടോട്ടൽ സ്റ്റേറ്റ്സ് ഉള്ളത്, കറന്റ് ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ 28 സ്റ്റേറ്റ്സിന്റെ 50% സ്റ്റേറ്റ്സ്, അതായത് മിനിമം 14 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ 15 സ്റ്റേറ്റ്സ്, 50% കൂടുതൽ, അതായത് മിനിമം 15 സ്റ്റേറ്റ്സ് എങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊവിഷനെ റാറ്റിഫൈ ചെയ്യണം. അതായത് ഈ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു അമെൻമെന്റ് എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അതാണ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം, അതാത് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ അല്ലെങ്കിൽ അതാത് നിയമസഭകളിൽ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കണം. ഇനി എന്തൊക്കെയാണ് ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യുന്ന പ്രൊവിഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് അതെന്ത് ചെയ്യണം, ഈ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഈ ഒരു അമെൻമെന്റ് വഴി എന്ത് ചെയ്യാൻ പറ്റൂ, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, സ്റ്റേറ്റ്സിന്റെയും അതുപോലെ തന്നെ യൂണിയന്റെയും എക്സിക്യൂട്ടീവ് പവേഴ്സിനകത്ത് ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ അതിന് എന്ത് വേണം, സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണം. അതുപോലെ തന്നെ ഹൈക്കോർട്ട്സ് ഇൻ യൂണിയൻ ടെറിട്ടറീസിലുള്ള ഹൈക്കോർട്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിന്റെ ഹൈക്കോർട്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിലും എന്ത് വേണം, സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷൻ വേണം. അതുപോലെ തന്നെ നമ്മുടെ 7th ഷെഡ്യൂൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂൾ എടുത്താൽ അതിനകത്ത് നമുക്ക് 3 ലിസ്റ്റ് കാണാൻ പറ്റും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താ ചെയ്യുന്നത്, സ്റ്റേറ്റ്സിന്റെയും സെൻട്രലിന്റെ ഇടയിൽ പവേഴ്സ് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ ഒരു ലിസ്റ്റിനകത്ത് ചേഞ്ച് വരുത്തണമെങ്കിലും എന്ത് വേണം, സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതുകൂടാതെ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം, റാറ്റിഫൈ ചെയ്യണം. അതായത് എത്രയാണോ ടോട്ടൽ സ്റ്റേറ്റ്സ് ഉള്ളത് ആ ടോട്ടൽ സ്റ്റേറ്റ്സിന്റെ 50% കൂടുതൽ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം, ഈ 50% കൂടുതൽ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം, ഈ ഒരു അമെൻമെന്റിനെ ശരിവെച്ച് അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു പ്രമേയം, റെസൊല്യൂഷൻ എന്ത് ചെയ്യണം, പാസ്സാക്കണം. ഇതാണ് 3rd ടൈപ്പ് ഓഫ് അമെൻമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ NTPCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള NTPC എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ NTPC ലൈവ് ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. November 1st നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഈ ഒരു വീക്ക് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ലൈവ് ക്ലാസ്സസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ബെനിഫിഷ്യൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പിന്നീട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഫസ്റ്റ് 5 days അല്ലെങ്കിൽ ഫസ്റ്റ് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് ഫുൾ ഫ്രീ ക്ലാസ്സസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 5500 rupees ആണ്. ബട്ട് ഏർലി ബേർഡ് ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ഓഫറിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ ഫർദർ ഡീറ്റെയിൽസും എങ്ങനെ അഡ്മിഷൻ എടുക്കുന്നുള്ള ബാക്കി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പാസ് ഓഫ് ചെയ്യുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിൽ, അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത് പ്രപ്പോസ് ചെയ്യുന്ന ഒരു ബിൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഏത് ഹൗസിൽ വേണമെങ്കിലും, പാർലമെന്റ് ഏത് ഹൗസിൽ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് പാർലമെന്റ് ഏത് ഹൗസിൽ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലോക്സഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, രാജ്യസഭയിലും എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലോക്സഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, രാജ്യസഭയിലും എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് പാർലമെന്റ് ഏതൊരു ഹൗസിലും ഒരു മിനിസ്റ്റർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൈവറ്റ് മെമ്പറിനും എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഫാക്ട് എന്ന് പറയുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ, അതായത് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ത് ചെയ്യാൻ പറ്റും, ലോക്സഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, രാജ്യസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഏത് ഹൗസിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് വേണമെങ്കിൽ ഒരു മിനിസ്റ്റർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് മെമ്പർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി ആരാണ് ഈ പ്രൈവറ്റ് മെമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മന്ത്രിമാരല്ലാത്ത ബാക്കി എല്ലാ പാർലമെന്റ് മെമ്പേഴ്സും, അതിപ്പോ ലോക്സഭ എം പി ആയിക്കോട്ടെ, രാജ്യസഭ എം പി ആയിക്കോട്ടെ, മിനിസ്റ്റർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരേ ഒരു പേരേ ഉള്ളൂ, അതാണ് പ്രൈവറ്റ് മെമ്പർ. അതിപ്പോ റൂളിംഗ് പാർട്ടിയുടെ മെമ്പർ ആയിക്കോട്ടെ, അല്ല ഒപ്പോസിഷൻ പാർട്ടിയുടെ മെമ്പർ ആയിക്കോട്ടെ, മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നത് പ്രൈവറ്റ് മെമ്പർ എന്നാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ എന്ന് പറയുന്നത് ലോക്സഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, രാജ്യസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതൊരു മിനിസ്റ്റർ, മന്ത്രിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് മെമ്പർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാർലമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പ്രസിഡന്റ് പ്രയർ പെർമിഷൻ, മുൻകൂർ അനുവാദം എന്തില്ല, ആവശ്യമില്ല. സോ നോ പ്രയർ പെർമിഷൻ, പ്രസിഡന്റ് മുൻകൂർ അനുവാദം എടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ എന്ന് പറയുന്നത് പാർലമെന്റിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇത് ഏത് ഹൗസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും, രണ്ട് ഹൗസസിലും, ഇപ്പൊ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും, അവിടെ അതായത് ഏത് ഹൗസിലാണോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെയും പാസ്സാകണം, അടുത്ത ഹൗസിലും എന്ത് ചെയ്യണം, പാസ്സാകണം. അതായത് രണ്ട് ഹൗസസിലും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാസ്സാക്കണം. ഏത് ഹൗസിലാണോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഹൗസിലും പാസ്സാകണം, അതിനുശേഷം രണ്ടാമത്തെ ഹൗസിൽ എത്തിയതിനു ശേഷം എന്ത് ചെയ്യണം, ഈ ഒരു ബില്ല് പാസ്സാകണം. എന്നാൽ മാത്രമേ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാസ്സായതായിട്ട് എന്ത് ചെയ്യുള്ളൂ, കണക്കാക്കുള്ളൂ. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽസിന്റെ കേസിൽ, മോസ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽസിന്റെ കേസിൽ എന്ത് വേണം, സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമുണ്ട്. അതായത് മിക്ക കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽസിന്റെ കേസിലും സിമ്പിൾ മെജോറിറ്റി ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് ഒഴികെയുള്ള ബാക്കി ഏത് പ്രൊവിഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്, സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമുണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു, എത്ര മെമ്പേഴ്സ് ആണോ പ്രസന്റ് ആയിരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നത് അവരുടെ 2/3 മെജോറിറ്റി, ആൻഡ് ആ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നതായിരിക്കണം ഏത് ഹൗസിലാണോ ഇതുള്ളത് ആ ഒരു ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 50% കൂടുതലായിരിക്കണം. ആൻഡ് രണ്ട് ഹൗസസിന്റെ ഇടയിൽ, അതായത് ലോക്സഭയുടെയോ രാജ്യസഭയുടെ ഇടയിൽ ഒരു ഡിസഗ്രിമെന്റ്, അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽസിന്റെ കേസിൽ ജോയിന്റ് സിറ്റിംഗ് എന്നല്ല പോസിബിൾ അല്ല. ലോക്സഭയുടെയും രാജ്യസഭയുടെ ഇടയിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിൽ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ ജോയിന്റ് സിറ്റിംഗ് വിളിക്കാനുള്ള പ്രൊവിഷൻ എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ചില പ്രൊവിഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്, സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് റാറ്റിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. നമ്മൾ 3 ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ് പഠിച്ചായിരുന്നല്ലോ. അപ്പൊ ചില പ്രൊവിഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം, സ്പെഷ്യൽ മെജോറിറ്റി കൂടാതെ എന്തിന്റെ ആവശ്യമുണ്ട്, പകുതി സ്റ്റേറ്റുകളെങ്കിലും റാറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ സ്റ്റേറ്റ്, ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ആണോ ഉള്ളത് ആ ടോട്ടൽ സ്റ്റേറ്റ്സിന്റെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്, പകുതി സ്റ്റേറ്റുകൾ എന്തെങ്കിലും എന്ത് ചെയ്യണം, ഇത് സമ്മതിക്കണം അല്ലെങ്കിൽ ഇത് അംഗീകരിക്കണം. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് എന്തില്ല, പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റ് ഒന്നുമില്ല. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല്, അതായത് ഫെഡറൽ സ്ട്രക്ചറിനെ ഓർ ഫെഡറൽ ക്യാരക്ടറിനെ അഫക്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാർലമെന്റ് പാസ്സാക്കിയതിനു ശേഷം അത് സ്റ്റേറ്റ്സ് ഇത്ര സമയത്തിനുള്ളിൽ റാറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ അംഗീകരിക്കണം എന്നുള്ളതിന് എന്തില്ല, പ്രത്യേകിച്ച് ഒരു ടൈം ലിമിറ്റ് ഒന്നും തന്നെ ഫിക്സ് ചെയ്തിട്ടില്ല. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽസിന്റെ കേസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാർലമെന്റ് പാസ്സാക്കിയാൽ അതെന്ത് ചെയ്യണം, പ്രസിഡന്റ് സൈൻ ചെയ്തേ പറ്റുള്ളൂ. പ്രസിഡന്റ് എന്തില്ല, ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇല്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പ്രസിഡന്റിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ
നോർമൽ കേസസിൽ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുള്ള ബില്ലുകൾ അത് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പ്രസിഡന്റ് സൈൻ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണ്ട കേസസിൽ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കി പകുതി സ്റ്റേറ്റ്സ് റാറ്റിഫൈയും ചെയ്ത് കഴിഞ്ഞ് ഒരു ബില്ല് പ്രസിഡന്റിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്തേ പറ്റുള്ളൂ, സൈൻ ചെയ്തേ പറ്റുള്ളൂ. സോ നോട്ട് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽസിന്റെ കേസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് പാർലമെന്റിൽ പാസ്സായി റാറ്റിഫിക്കേഷൻ വേണ്ട കേസസിൽ പകുതി സ്റ്റേറ്റ്സും റാറ്റിഫൈയും ചെയ്ത് പ്രസിഡന്റിന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് അവിടെ സൈൻ ചെയ്തേ പറ്റുള്ളൂ. പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു ബില്ല് റിജക്ട് ചെയ്യാൻ പറ്റില്ല, പാർലമെന്റ് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല, അതുപോലെ തന്നെ ഇതിനകത്ത് ഒന്നും ചെയ്യാതിരിക്കാനും സാധിക്കില്ല. സോ പ്രസിഡന്റിന്റെ മുമ്പിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിനകത്ത് സൈൻ ചെയ്തേ പറ്റുള്ളൂ. അത് മാൻഡേറ്ററി ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽസിന്റെ കേസിൽ പ്രസിഡന്റിന് റിജക്ട് ചെയ്യാനും പറ്റില്ല, പ്രസിഡന്റിന് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യാനും പറ്റില്ല. മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം, സൈൻ ചെയ്തിരിക്കണം. ഇതാണെന്ത് കണ്ടീഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇതുവരെ, അതായത് 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ നടന്നിട്ടുള്ള അമെന്റ്മെന്റ്സുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില അമെന്റ്മെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ 106 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 106 അമെന്റ്മെന്റ്സും നമുക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ കുറച്ച് അമെന്റ്മെന്റ്സേ ഉള്ളൂ. ആ അമെന്റ്മെന്റ്സ് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. 106 തവണ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അമെന്റ്മെന്റ്സ് ഉണ്ട്. ഒരു 10 to 15 അമെന്റ്മെന്റ്സ് ഉണ്ട്. ആ 10 to 15 അമെന്റ്മെന്റ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ പഠിച്ചിരുന്നാൽ മതി. അപ്പൊ ഏതൊക്കെയാണ് അമെന്റ്മെന്റ്സ് നോക്കാം. ആദ്യത്തേതാണ് ഫസ്റ്റ് അമെന്റ്മെന്റ് ഓഫ് 1951, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1951. 1951 ഏറ്റവും ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്, ഇഫക്റ്റിൽ വരുന്നത് 26 ജനുവരി 1950 ആ 26 ജനുവരി 1950 നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏറ്റവും ആദ്യത്തെ ചേഞ്ച് കൊണ്ടുവരുന്നത് 1951. അതാണ് ഫസ്റ്റ് അമെന്റ്മെന്റ് ഓഫ് 1951. എന്താണ് ഈ ഫസ്റ്റ് അമെന്റ്മെന്റ് ഓഫ് 1951 പ്രകാരം ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ചില ക്ലാസസിന് വേണ്ടിയിട്ട്, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ചില ക്ലാസസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവരാനുള്ള പവർ സ്റ്റേറ്റിനുണ്ടെന്ന് എഴുതി ചേർത്തു. സോഷ്യലിയും എക്കണോമിക്കലിയും ബാക്ക്വേർഡ് നിൽക്കുന്ന ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടിയിട്ട് ചില പ്രൊവിഷൻസ് ചെയ്തു കൊടുക്കാൻ സാധിക്കും. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിസർവേഷൻസ്. അതായത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന ആൾക്കാരെ മുന്നേറ്റ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ എംപവർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിന് റിസർവേഷൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നെന്ത് ചെയ്തു, ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് പ്രകാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് എഴുതി ചേർത്തു. അതുപോലെ തന്നെ 9th ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഷെഡ്യൂൾ എന്ത് ചെയ്തു, പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തു. 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 395 ആർട്ടിക്കിൾസ്, ഒരു പ്രിയാമ്പിൾ 395 ആർട്ടിക്കിൾസ് ഡിവൈഡഡ് ഇൻറ്റു 22 പാർട്സ് ആൻഡ് 8 ഷെഡ്യൂൾസ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1951 പ്രകാരം എന്ത് ചെയ്തു, ഈ 8 ഷെഡ്യൂൾസ് കൂടാതെ പുതിയ ഒരു ഷെഡ്യൂളായിട്ട് എന്ത് ചെയ്തു, 9th ഷെഡ്യൂൾ ആഡ് ചെയ്തു. ആൻഡ് ഈ 9th ഷെഡ്യൂളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ടൈമില് ലാൻഡ് റിഫോംസ് നടക്കുന്ന, ഭൂപരിഷ്കരണം നടക്കുന്ന ആ ഒരു ടൈം ആയിരുന്നു. അതായത് ഭൂമി എക്സ്ട്രാ ആയിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ് എന്ത് ചെയ്യും, ആ ഭൂമി പിടിച്ചെടുത്ത് ഭൂമി ഇല്ലാത്ത പാവങ്ങൾക്ക് നൽകും. ലാൻഡ് റിഫോംസിന്റെ ടൈം ആയിരുന്നു. സോ ഈ ലാൻഡ് റിഫോംസ് ആൻഡ് അന്ന് റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. അതായത് ആൾക്കാർക്ക് പ്രോപ്പർട്ടി കൈവശം വെക്കാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന ലോ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. സോ അങ്ങനെ കൊണ്ടുവരുന്ന ലോസ്, ലാൻഡ് റിഫോംസിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ലോസ് എന്ത് ചെയ്തു, നേരെ എടുത്ത് 9th ഷെഡ്യൂളിനകത്ത് പ്ലേസ് ചെയ്തു. ആൻഡ് എന്നിട്ട് ഇങ്ങനെയും കൂടെ എഴുതി വെച്ചു, 9th ഷെഡ്യൂളിനകത്ത് എന്തൊക്കെ ലോസ് ഉണ്ടോ അതൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല,
കോർട്ടിന് ഓർ ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ പറ്റില്ലെന്ന് എന്ത് ചെയ്തു എഴുതി വെച്ചു. അതായത് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് 9th ഷെഡ്യൂൾ പ്രൊട്ടക്റ്റഡ് ആണ്, 9th ഷെഡ്യൂളിന് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് എന്ത് ചെയ്തു എഴുതി വെച്ചു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 ശേഷം എന്ത് ചെയ്തു 31A എന്നും അതുപോലെ തന്നെ 31B എന്നുള്ള 2 ആർട്ടിക്കിൾസ് എന്ത് ചെയ്തു പുതുതായിട്ട് ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിൾ 19 പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യുന്നുണ്ട് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനകത്ത് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ടുകളിൽ 3 പുതിയ ഗ്രൗണ്ട്സ് എന്ത് ചെയ്തു ആഡ് ചെയ്തു. ദാറ്റ് ഈസ് പബ്ലിക് ഓർഡർ, ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ് ആൻഡ് ഇൻസൈറ്റ്മെന്റ് ടു ആൻ ഒഫൻസ്. ഇങ്ങനെ 3 ഗ്രൗണ്ട്സ് എന്ത് ചെയ്തു അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് പ്രകാരം കൊണ്ടുവന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ബേസിക്കലി റിസർവേഷൻ. അതിനുശേഷം എന്ത് ചെയ്തു പുതിയൊരു ഷെഡ്യൂൾ 9th ഷെഡ്യൂൾ ആഡ് ചെയ്തു. അതും ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് ഓഫ് 1951 പ്രകാരമാണ്. അതുപോലെ തന്നെ 2 പുതിയ ആർട്ടിക്കിൾസ് ആഡ് ചെയ്തു, 31Aയും 31Bയും. അതുകൂടാതെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കുന്ന ഗ്രൗണ്ടുകളിൽ 3 പുതിയ ഗ്രൗണ്ട് എന്ത് ചെയ്തു എഴുതി ചേർത്തു. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് ഓർഡർ, ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് അതർ കൺട്രീസ് ആൻഡ് ഇൻസൈറ്റ്മെന്റ് ടു ആൻ ഒഫൻസ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണെന്ത് 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1956. 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1956. എന്താണ് ഈ 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1956 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൊണ്ടുവന്ന ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നിലവിലുണ്ടായിരുന്ന പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി സ്റ്റേറ്റ്സ്, പാർട്ട് ഡി ടെറിട്ടറീസ് എന്നുള്ള 4-fold ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു അബോളിഷ് ചെയ്ത് കളഞ്ഞു. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ഇന്ന് നമുക്ക് എന്തുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ 2 കമ്പോണൻസ് ആണ്, 2 കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണത്, സ്റ്റേറ്റ്സും ഉണ്ട് അതുപോലെ തന്നെ യൂട്ടീസും ഉണ്ട്. ഇന്ന് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 2 ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആണുള്ളത്, സ്റ്റേറ്റ്സും ഉണ്ട് യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. ഇതേപോലെ 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ നമുക്ക് 4-4-fold ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് സ്റ്റേറ്റ്സ് എന്ന യൂട്ടീസ് എന്നുള്ള 2-fold ക്ലാസിഫിക്കേഷൻ ഉള്ളത് പോലെ തന്നെ 26 ജനുവരി 1950 4-fold ക്ലാസിഫിക്കേഷൻ 4 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. പാർട്ട് എ സ്റ്റേറ്റ്സ്, പാർട്ട് എ സ്റ്റേറ്റ്സ്, പാർട്ട് ബി സ്റ്റേറ്റ്സ്, പാർട്ട് സി സ്റ്റേറ്റ്സ്, പാർട്ട് ഡി ടെറിട്ടറീസ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നത്. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളൊരു ഡിമാൻഡ് വന്നപ്പോഴും അതിനെ ചൊല്ലി പിന്നീട് കുറെ സംഭവങ്ങൾ, കുറെ ഇവന്റ്സ് നടന്നതിന് ശേഷം എന്ത് ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ഡിസൈഡ് ചെയ്തു, ലാംഗ്വേജിന്റെ ബേസിൽ സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പാസ്സാക്കി. അതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് 1956 എന്ത് ചെയ്യുന്നു പാസ് ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പ്രകാരം എന്ത് ചെയ്തു ഈ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് സി സ്റ്റേറ്റ്സ് എന്നും പാർട്ട് ഡി ടെറിട്ടറീസ് എന്നുള്ള ആ ഒരു ക്ലാസിഫിക്കേഷന് പകരം 14 സ്റ്റേറ്റ്സും അതുപോലെ തന്നെ 6 യൂട്ടീസും എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി സ്റ്റേറ്റ്സ് എന്നും പാർട്ട് ഡി ടെറിട്ടറീസ് എന്നുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ചെയ്യുന്നു എക്സിസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു എടുത്തു കളഞ്ഞു, അബോളിഷ് ചെയ്തു. അത് ചെയ്തത് ഈ ഒരു 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1956 പ്രകാരമാണ്. അതുപോലെ ഹൈക്കോർട്സിന്റെ ജുറിസ്ഡിക്ഷൻ യൂണിയൻ ടെറിട്ടറീസിലേക്ക് എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു. അതായത് ഈ ഒരു അമെൻമെന്റ് പ്രകാരം അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം 6 യൂട്ടീസ് ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഓരോ സ്റ്റേറ്റിലുള്ള ഹൈക്കോർട്സിന്റെ ജുറിസ്ഡിക്ഷൻ എന്ത് ചെയ്തു യൂട്ടീസിലേക്കും കൂടി എന്ത് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ 2 അതിലധികമോ സ്റ്റേറ്റുകൾക്ക് ഒരു ഹൈക്കോർട്ട് മതി, അല്ലെങ്കിൽ ഒരു ഹൈക്കോർട്ടിന് 2 അതിലധികമോ സ്റ്റേറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും ജുറിസ്ഡിക്ഷനിൽ വരുത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്തു എഴുതി വെച്ചു. അതായത് ഒരു 2 അല്ലെങ്കിൽ 2 അതിലധികമോ സ്റ്റേറ്റ്സിന് ഒരു കോമൺ ഹൈക്കോർട്ട്, അതായത് ഇപ്പോ പഞ്ചാബിനും ഹരിയാനയ്ക്കും ഒരു കോമൺ ഹൈക്കോർട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിനും ലക്ഷദ്വീപിനും ഒരു കോമൺ ഹൈക്കോർട്ടാണ്. ഇങ്ങനെ കോമൺ ഹൈക്കോർട്ട് 2 അതിലധികമോ സ്റ്റേറ്റ്സിന് കോമൺ ഹൈക്കോർട്ട് പറ്റും എന്നുള്ള പ്രൊവിഷനും ആഡ് ചെയ്ത് എന്താണ് ഈ ഒരു 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ്
1956 പ്രകാരമാണ്. നെക്സ്റ്റ് ഈസ് 42nd Constitutional Amendment Act of 1976, which is called as the mini constitution. അടുത്തതാണ് 42nd Constitutional Amendment Act of 1976. ഇതിനെയാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. കാരണം ഈ ഒരു അമെൻമെന്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടായിരുന്ന മെജോറിറ്റി പ്രൊവിഷൻസും എന്ത് ചെയ്തു, എടുത്തു മാറ്റി. എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ 42nd Constitutional Amendment Act of 1976 പ്രകാരം കൊണ്ടുവന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രിയാമ്പിളിനകത്ത് എന്ത് ചെയ്തു, ഒരു ചേഞ്ച് കൊണ്ടുവന്നു. ഈ ഒരു 42nd Constitutional Amendment Act of 1976 പ്രിയാമ്പിളിനകത്ത് എന്ത് ചെയ്തു, ഒരു ചേഞ്ച് കൊണ്ടുവന്നു. എന്താണ് ആ ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയാമ്പിളിനകത്തേക്ക് 3 പുതിയ വേർഡ്സ് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നുള്ള 3 ടേംസ് എന്ത് ചെയ്തു, പ്രിയാമ്പിളിനകത്തേക്ക് ആഡ് ചെയ്തു. അത് ആഡ് ചെയ്യുന്നത് ഈ ഒരു 42nd Constitutional Amendment Act of 1976 പ്രകാരമാണ്. അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ട് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4A എന്ന് പറയുന്ന എന്തിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന പാർട്ടാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന പാർട്ടാണ്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് ഇല്ലായിരുന്നു. 42nd Constitutional Amendment Act of 1976 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പാർട്ട് 4A എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുകയും അതിനകത്ത് എന്ത് ചെയ്യുന്നത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്യുകയും ചെയ്യുന്നത്. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പുതിയ പാർട്ട് ആഡ് ചെയ്യുന്നത്. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിലാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, പാർട്ട് 4A എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പാർട്ട് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഈ പാർട്ട് 4A നമുക്ക് ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ കാണാനായിട്ട് സാധിക്കൂ. അതാണെന്ത്, ആർട്ടിക്കിൾ 51A. പാർട്ട് 4A ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, അതാണ് ആർട്ടിക്കിൾ 51A. ഈ ആർട്ടിക്കിൾ 51A എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. പിന്നീട് 86 Constitutional Amendment Act of 2002 പ്രകാരം എന്ത് ചെയ്തു, പുതിയൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ എണ്ണം 11 മാറിയിട്ടുണ്ട്. ദെൻ ആൻഡ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം കൊണ്ടുവന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡിന് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് മസ്റ്റ് ആയിട്ട് ഒബേ ചെയ്യണമെന്ന് എന്ത് ചെയ്തു, എഴുതി ചേർത്തു. ആർട്ടിക്കിൾ 74 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 74 പ്രകാരം പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പക്ഷേ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണോ, അതായത് പ്രസിഡന്റ് മസ്റ്റ് ആയിട്ട് ഒബേ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ഈ 42nd Constitutional Amendment എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 74 ഇങ്ങനെ എഴുതി വെച്ചു, പ്രസിഡന്റ് എന്ത് ചെയ്യണം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് എന്ത് ചെയ്തു, എഴുതി വെച്ചു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പാർലമെന്റ് കൊണ്ടുവരുന്ന ഭരണഘടനാ ഭേദഗതികൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിന്റെ സ്കോപ്പിന് പുറത്താണ് എന്ത് ചെയ്തു, എഴുതി വെച്ചു. അതായത് പാർലമെന്റ് എന്തെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യാനായിട്ട് ജുഡീഷ്യറിക്ക് സാധിക്കില്ല, ജുഡീഷ്യൽ റിവ്യൂ പോസിബിൾ അല്ലെന്നും കൂടി എന്ത് ചെയ്തു, എഴുതി വെച്ചു. അതുപോലെ തന്നെ 3 പുതിയ DPSPs ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ആൻഡ് ഈ ഒരു അമെൻമെന്റിന്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക്സഭയുടെ ഇപ്പോഴത്തെ ടെന്യൂർ എത്രയാണ്, 5 years ആണ്. അന്നും 5 years ആയിരുന്നു ലോക്സഭയുടെ ടെന്യൂർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അമെൻമെന്റ് വഴി എന്ത് ചെയ്തു, ഈ ടെന്യൂർ 5 വർഷം എന്നുള്ള ടെന്യൂർ 6 വർഷമാക്കി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. 42nd Constitutional Amendment Act of 1976 പ്രകാരം 5 വർഷം എന്നുള്ള പാർലമെന്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് നിയമസഭകളുടെയും പാർലമെന്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും ടെന്യൂർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, 5 വർഷത്തിൽ നിന്ന് 6 വർഷമായിട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസും കൂടി എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇപ്പൊ നമുക്ക് IAS IPS പോലെയുള്ള ഓൾ ഇന്ത്യ സർവീസസ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് കൂടി എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇനിഷ്യേറ്റീവും
ഇനിഷ്യേറ്റീവും ഈ ഒരു അമെൻമെന്റ് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണ് 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1978. 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇവിടെ എന്തൊക്കെയാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. 1976 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം ഇന്ദിരാഗാന്ധി എന്തൊക്കെ ചേഞ്ച് ചെയ്തോ അതൊക്കെ എന്ത് ചെയ്തു, തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നത് ഈ 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ്. അതായത് 1978 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, താഴെ പോകുന്നു. പകരം ആര് വരുന്നു, മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ ലീഡർഷിപ്പിലുള്ള ജനതാ ഗവൺമെന്റ് വരുന്നു. മൊറാർജി ദേശായിയുടെ ലീഡർഷിപ്പിലുള്ള ജനതാ ഗവൺമെന്റ് വരുന്നു. ആൻഡ് ഈ ജനതാ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇന്ദിരാഗാന്ധി 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം എന്തൊക്കെ ചേഞ്ച് ചെയ്തോ ആ ചേഞ്ച് ചെയ്ത പ്രൊവിഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്യുന്നു. അതിലൊന്നാണെന്ത്, ടെന്യൂർ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു, 42nd അമെൻമെന്റ് പ്രകാരം ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും ടെന്യൂർ 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഇൻക്രീസ് ചെയ്തിരുന്നു. ഈ ഒരു മൊറാർജി ദേശായി ഗവൺമെന്റ് എന്ത് ചെയ്തു, 44th അമെൻമെന്റ് പ്രകാരം ഈ 6 വർഷം എന്നുള്ളത് എന്ത് ചെയ്തു, തിരിച്ച് 5 വർഷമാക്കി ചുരുക്കി. അതുപോലെ തന്നെ എമർജൻസി പ്രൊവിഷൻസിനകത്ത് എന്ത് ചെയ്തു, ചേഞ്ച് കൊണ്ടുവന്നു. അതായത് ഇന്റേണൽ ഡിസ്റ്റർബൻസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 352 എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. ഈ ആർട്ടിക്കിൾ 352 എന്ന് പറയുന്ന നാഷണൽ എമർജൻസിയെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി 3 ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യായിരുന്നു, ഡിക്ലെയർ ചെയ്യായിരുന്നു. പ്രസിഡന്റിന് ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി അടിയന്തരാവസ്ഥ എന്ത് ചെയ്യാം, 3 ഗ്രൗണ്ട്സിൽ ഡിക്ലെയർ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് വാർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ്റ്റേണൽ അഗ്രഷൻ ആയിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ വാസ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്. ഇതില് ഈ ആർട്ടിക്കിൾ 352 പ്രസിഡന്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്ന ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള ഗ്രൗണ്ടിനെ റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്തു, ആംഡ് റെബല്യൻ എന്നുള്ള ടേം കൊണ്ടുവന്നു. ഈ ഒരു 44th അമെൻമെന്റ് ആക്ട് പ്രകാരം കൊണ്ടുവന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 352 പ്രസിഡന്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്ന ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിളിനകത്ത് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ 3 ഗ്രൗണ്ട്സ് മെൻഷൻ ചെയ്തിരുന്നു, വോർ, എക്സ്റ്റേണൽ അഗ്രഷൻ, അതുപോലെ തന്നെ ഇന്റേണൽ ഡിസ്റ്റർബൻസ്. ഇതിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള ഈ ഒരു ടേമിനെ എന്ത് ചെയ്തു, ആംഡ് റെബല്യൻ എന്നുള്ള വാക്ക് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ പ്രസിഡന്റിന് ഇനി മുതൽ എമർജൻസി ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ക്യാബിനറ്റിന്റെ റിട്ടൺ റെക്കമെൻഡേഷൻ ആവശ്യമാണെന്ന് എന്ത് ചെയ്തു, എഴുതി വെച്ചു. കാരണം ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്, ക്യാബിനറ്റുമായിട്ട് എന്ത് ചെയ്തിരുന്നില്ല, ഡിസ്കസ് ചെയ്തിരുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു അമെൻമെന്റ് വഴി ഈ ഒരു കാര്യം എഴുതി വെച്ചു. പ്രസിഡന്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാബിനറ്റിന്റെ റിട്ടൺ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ് ഹെൽഡ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് ഹോം, ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ് അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ് ഹോൾഡ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സിനാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും അടങ്ങുന്ന ക്യാബിനറ്റ് റിട്ടൺ റെക്കമെൻഡേഷൻ എഴുതി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, പ്രസിഡന്റിന് ഇനി മുതൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കൂ എന്ന് എന്ത് ചെയ്തു, ഈ ഒരു അമെൻമെന്റ് ആക്ട് വഴി എഴുതി വെച്ചു. അതുപോലെ തന്നെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്താലും പ്രസിഡന്റ് ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള ആർട്ടിക്കിൾ 20യും 21 എന്ത് ചെയ്യില്ല, ഒരിക്കലും തന്നെ സസ്പെൻഡഡ് ആകില്ലെന്നും എഴുതി വെച്ചു. ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം ബാക്കിയുള്ള ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്താലും ആർട്ടിക്കിൾ 20യോ ആർട്ടിക്കിൾ 21ഓ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ലെന്ന് എന്ത് ചെയ്തു, എഴുതി വെച്ചു. അതുപോലെ തന്നെ നേരത്തെ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 74, അതായത് പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം, വിച്ച് ഈസ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഈ ഒരു ആർട്ടിക്കിൾ 74 പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ മാൻഡേറ്ററി ആണെന്ന് 42nd അമെൻമെന്റിൽ എന്ത് ചെയ്തു, ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എഴുതി വെച്ചായിരുന്നു.
എന്നാൽ 44th എന്ത് ചെയ്തു, ഇതിനകത്ത് ഒരു കുഞ്ഞ് പ്രൊവിഷനും കൂടി ആഡ് ചെയ്തു. അതായത് വേണമെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന് ഒരു തവണ എന്ത് ചെയ്യാം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യാം. പക്ഷേ ഒരേ ഒരു തവണ റിട്ടേൺ ചെയ്യാൻ സാധിക്കൂ. അതിനുശേഷം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് അഡ്വൈസ് കൊടുത്താലും പ്രസിഡന്റ് എന്ത് ചെയ്യണം, അത് ഒബേ ചെയ്യണം എന്നെന്ത് ചെയ്തു, ഈ ഒരു അമെൻമെന്റ് ആക്ട് വഴി എഴുതി വെച്ചു. ആൻഡ് ഈ ഒരു 44th അമെൻമെന്റിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടി. അതായത് നേരത്തെ ആർട്ടിക്കിൾ 31 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് ചെയ്തു, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് റിമൂവ് ചെയ്തു. അത് ഞാൻ ആർട്ടിക്കിൾ 31 കിടന്ന ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് ചെയ്തു, നേരെ എടുത്തുകൊണ്ടുപോയി ആർട്ടിക്കിൾ 300A പ്ലേസ് ചെയ്തു. ആൻഡ് റൈറ്റ് നൗ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് വെറും ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശമായിരുന്നു. എന്നാൽ ഈ ഒരു 44th അമെൻമെന്റ് എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 31 കിടന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്ത് എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 300A കൊണ്ടിട്ടു. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് എന്ത് ചെയ്തു, റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തു. എന്നിട്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് ചെയ്തു, വെറും ഒരു ലീഗൽ റൈറ്റ് മാത്രമാക്കി ആർട്ടിക്കിൾ 300A കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ചെയ്തു, കൊണ്ടുചെന്ന് പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ കൊണ്ടുവന്ന മറ്റൊരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42nd അമെൻമെന്റ് പ്രകാരം ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം പ്രസിഡന്റിന്റെയോ വൈസ് പ്രസിഡന്റിന്റെയോ പ്രൈം മിനിസ്റ്ററിന്റെയോ അതുപോലെ തന്നെ സ്പീക്കറിന്റെയോ ഇലക്ഷനകത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല എന്ന് എഴുതി വെച്ചിരുന്നു. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ സ്പീക്കർ, ലോക്സഭ സ്പീക്കർ, ഇവരുടെ ഇലക്ഷൻസിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ കോർട്ടിന് ഇടപെടാൻ സാധിക്കില്ല എന്ന് എഴുതി വെച്ചിരുന്നു. ആ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്തു, ഈ ഒരു അമെൻമെന്റ് പ്രകാരം റദ്ദാക്കി. അതായത് കോർട്ടിന് ഇടപെടാം അല്ലെങ്കിൽ കോർട്ടിന്റെ പവർ എന്ത് ചെയ്തു, റീസ്റ്റോർ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു അമെൻമെന്റിനകത്ത് ചെയ്യുന്നത്. ഇതാണ് 44th അമെൻമെന്റ് ആക്ട് ഓഫ് 1978. അടുത്തതാണ് 52nd അമെൻമെന്റ് ആക്ട് ഓഫ് 1985. 52nd അമെൻമെന്റ് ആക്ട് ഓഫ് 1985ന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരുന്നത് ഈ ഒരു ആക്ട് ആണ്. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നത് ഈ ഒരു ആക്ട് ആണ്. അതായത് പാർലമെന്റിന്റെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലുള്ള മെമ്പേഴ്സ് ഡിഫെക്ട് ചെയ്താൽ, അതായത് കൂറുമാറിയാൽ, അതായത് ഒരു പാർട്ടിയുടെ സിമ്പലിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് ജയിച്ചിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ മെമ്പർഷിപ്പ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. സോ ഡിഫെക്ഷന്റെ ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യാൻ സാധിക്കും, പാർലമെന്റ് മെമ്പേഴ്സിനെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലെ മെമ്പേഴ്സിനെയും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്ന് എന്ത് ചെയ്തു, എഴുതി വെച്ചു. അതായത് ഒരു പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ചു, വിജയിച്ചതിന് ശേഷം മറ്റൊരു പാർട്ടിയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ഓഫൻസ് ആണ് അല്ലെങ്കിൽ ഡിഫെക്ഷന്റെ ഗ്രൗണ്ട് ആണ്. ആ ഒരു ഗ്രൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മെമ്പറിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്ന് എന്ത് ചെയ്തു, എഴുതി വെച്ചു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, പുതിയൊരു ഷെഡ്യൂളും കൂടി ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ഷെഡ്യൂൾ കൂടി എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തു. സോ 10th ഷെഡ്യൂൾ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ 8 ഷെഡ്യൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഫസ്റ്റ് അമെൻമെന്റ് പ്രകാരം എന്ത് ചെയ്തു, 9th ഷെഡ്യൂൾ ആഡ് ചെയ്തു. അതിനുശേഷം 52nd അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, 10th ഷെഡ്യൂൾ ആയിട്ടുള്ള ഡിഫെക്ഷന്റെ ഷെഡ്യൂൾ ആഡ് ചെയ്യുന്നത്. സോ ഡിഫെക്ഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 52nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1985 ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫെക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലെ മെമ്പേഴ്സ് ഡിഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യാൻ സാധിക്കും, ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പുതിയൊരു ഷെഡ്യൂൾ 10th ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അടുത്തതാണെന്ത്, 61st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1988. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണ്. കാരണം
അതുവരെ 1988 വരെ ഇന്ത്യയിലെ വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് കിട്ടാനുള്ള ഏജ് എന്ന് പറയുന്നത് 21 ഇയേഴ്സ് ആയിരുന്നു. 21 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായിരുന്നു അന്ന് ഇന്ത്യയിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നത്. ഈ 21 വയസ്സെന്നുള്ളത് 18 വയസ്സാക്കി റെഡ്യൂസ് ചെയ്യുന്നത് 18 ഇയേഴ്സ് ആക്കി റെഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു 61st അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. 61st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ വോട്ടിംഗ് ഏജ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. Next is 73rd and 74th amendments of 1992. 1992 രണ്ട് അമെൻമെന്റ്സ് നടക്കുന്നുണ്ട്. 73rd അമെൻമെന്റും ഉണ്ട്, അതുപോലെ തന്നെ 74th അമെൻമെന്റും ഉണ്ട്. 73rd അമെൻമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നത് ഈ ഒരു 73rd അമെൻമെന്റ് ആണ്. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു 73rd അമെൻമെന്റ് പ്രകാരമാണ്. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പുതിയൊരു പാർട്ട് ആഡ് ചെയ്തു, ദാറ്റ് ഈസ് പാർട്ട് 9. പാർട്ട് 9 എന്ത് ചെയ്തു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തു. ആൻഡ് ഈ പാർട്ട് 9നകത്ത് എന്തുണ്ട്, ആർട്ടിക്കിൾ 243 മുതൽ 243O വരെയുള്ള ആർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണെന്ത് 73rd അമെൻമെന്റ് ആക്ട് ഓഫ് 1992. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1992 ആണ് എന്ത് ചെയ്യുന്നത്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് 74th അമെൻമെന്റ്. 74th അമെൻമെന്റ് ആക്ട് ഓഫ് 1992. 74th അമെൻമെന്റ് ആക്ട് ഓഫ് 1992 ആണ് എന്ത് ചെയ്യുന്നത്, മുനിസിപ്പാലിറ്റീസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റീസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു 74th അമെൻമെന്റ് ആക്ട് ഓഫ് 1992 ആണ്. ആൻഡ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പുതിയൊരു ഷെഡ്യൂൾ ആഡ് ചെയ്തു, അതാണ് 11th ഷെഡ്യൂൾ. 73rd അമെൻമെന്റ് ആക്ട് പ്രകാരം 3 കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നാമതെന്ന് പറയുമ്പോൾ എന്താണ്, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തു. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പുതിയൊരു പാർട്ട് ആഡ് ചെയ്തു, ദാറ്റ് ഈസ് പാർട്ട് 9. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് എന്ത് ചെയ്തു, പുതിയൊരു ഷെഡ്യൂൾ ആഡ് ചെയ്തു, അതാണെന്ത് 11th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 11th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതോറിറ്റി ഉള്ള 29 സബ്ജക്ട് മാറ്റേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് 11th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് 74th അമെൻമെന്റ് ആക്ട് എടുത്തു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റീസിന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് കൊടുക്കുന്നത് ഈ ഒരു 74th അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പുതിയൊരു പാർട്ട് ആഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് പാർട്ട് 9A. പാർട്ട് 9A കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഈ ഒരു 74th അമെൻമെന്റ് ആക്ട് ഓഫ് 1992 പ്രകാരമാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പുതിയൊരു ഷെഡ്യൂൾ കൂടി ആഡ് ചെയ്യുന്നു, അതാണ് 12th ഷെഡ്യൂൾ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് 12th ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെടുന്നത് ഈ ഒരു 74th അമെൻമെന്റ് ആക്ട് ഓഫ് 1992 പ്രകാരമാണ്. ഈ ഒരു 12th ഷെഡ്യൂളിനകത്ത് മുനിസിപ്പാലിറ്റീസിന് അതോറിറ്റി ഉള്ള അല്ലെങ്കിൽ പവേഴ്സ് ഉള്ള 18 മാറ്റേഴ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Next is 86th Constitution Amendment Act of 2002. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണ്. കാരണം ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഈ ഒരു 86th അമെൻമെന്റ് ആണ്. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റുന്നത്, ആർട്ടിക്കിൾ 21A ഫോമിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റുന്നത് ഈ ഒരു 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 ആണ്. അതുകൂടാതെ ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് DPSP ആണ്. DPSPയിലും എന്ത് ചെയ്തു, ചേഞ്ച് വരുത്തി. ഈ ഒരു 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 പ്രകാരം ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞ പുതിയൊരു ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റിനകത്തേക്ക് ആഡ് ചെയ്തു, അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. സോ ആർട്ടിക്കിൾ 21A പറയുന്നതനുസരിച്ച് 6 മുതൽ 14 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇനി ആർട്ടിക്കിൾ 45 DPSPക്കകത്ത് ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 45നകത്ത് എന്ത് ചെയ്തു, ഒരു ചേഞ്ച് വരുത്തി. അതായത് 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും സ്റ്റേറ്റിന്റെ ചുമതലയായിരിക്കും എന്നെന്ത് ചെയ്തു, ആർട്ടിക്കിൾ 45നകത്ത് ചേഞ്ച് ചെയ്തു.
6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എന്നെന്ത് ചെയ്തു DPSPക്കകത്ത് ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ പുതിയൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ത് ചെയ്തു ആർട്ടിക്കിൾ 51A ആഡ് ചെയ്തു. ഒറിജിനലി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 10 ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2002 എന്ത് ചെയ്തു ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി കോൺസ്റ്റിറ്റ്യൂഷനത്തേക്ക് ആഡ് ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ എണ്ണം മുഴുവനായിട്ട് 11 ആയിട്ട് മാറുന്നത്. സോ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് മാറുന്നത് ഈ ഒരു ആർട്ടിക്കിൾ 86 അമെന്റ്മെന്റിന് ശേഷമാണ്. ആൻഡ് ആർട്ടിക്കിൾ 51A ആഡ് ചെയ്ത പുതിയ ആ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 to 14 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഉറപ്പാക്കേണ്ടത് പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി ആണെന്ന് എന്ത് ചെയ്തു ആർട്ടിക്കിൾ 51A 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് എഴുതി വെച്ചു. നെക്സ്റ്റ് ഈസ് 101st അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2016. സോ GST എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ GSTക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2016 ആണ്. 2016 101st അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് GST ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന് എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് 103rd അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2019. അടുത്താണ് 103rd അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2019. ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EWS റിസർവേഷൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് EWSന് 10% റിസർവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു 103rd അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2019 ആണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് 104th അമെന്റ്മെന്റ് ഓഫ് 2020. 104th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2020യുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ അതായത് ഈ ഒരു അമെന്റ്മെന്റ് ആക്ട് വരുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഈ ഒരു അമെന്റ്മെന്റ് ആക്ട് വരുന്നതിന് മുന്നേ ലോക്സഭയിൽ ടോട്ടൽ 545 സീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 543 സീറ്റ്സിലേക്കുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യും ഇലക്ഷൻ വഴി ചൂസ് ചെയ്യും. അതുകൂടാതെ 2 മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കും പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന് അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തിരുന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന് അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് വേണമെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള 2 മെമ്പേഴ്സിന് എന്ത് ചെയ്യാം ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ആ ഒരു പ്രൊവിഷൻ എടുത്തു മാറ്റുന്നത് ഈ ഒരു അമെന്റ്മെന്റ് പ്രകാരമാണ്. 104th അമെന്റ്മെന്റ് ഓഫ് 2020 പ്രകാരം പ്രസിഡന്റിന് ലോക്സഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ള പ്രൊവിഷൻ എന്ത് ചെയ്തു എടുത്തു കളഞ്ഞു. അത് കളയുന്നത് ഈ ഒരു 104th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2020 പ്രകാരമാണ്. നെക്സ്റ്റ് ഈസ് 106th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2023 വുമൻസ് റിസർവേഷൻ. ഈ ഒരു 106th അമെന്റ്മെന്റ് ആക്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുമണ് അതായത് സ്ത്രീകൾക്ക് 33% സ്ത്രീകൾക്ക് ലോക്സഭയിലും പാർലമെന്റിലും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും എന്ത് ചെയ്തു റിസർവേഷൻ കൊണ്ടുവരുന്നതിന് ഇഫക്റ്റ് കൊണ്ടുവരുന്നത് എന്താണ് ഈ ഒരു 106th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2023 ആണ്. 106th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2023 പ്രകാരമാണ് പാർലമെന്റിലും അതായത് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും സ്ത്രീകൾക്ക് വുമണിന് സീറ്റ്സ് റിസർവ് ചെയ്യും എന്നുള്ള പ്രൊവിഷൻ ആഡ് ചെയ്യുന്നത് ഈ ഒരു 106th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2023 പ്രകാരമാണ്. ആൻഡ് ഈ ഒരു റിസർവേഷൻ പുതിയ സെൻസസ് പബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇഫക്റ്റിൽ വരുള്ളൂ. അതായത് പുതിയ റീസെന്റ് ആയിട്ടുള്ള സെൻസസ് അതായത് 2011 സെൻസസ് ആണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ആ സെൻസസ് അല്ല മറിച്ച് പുതിയ സെൻസസ് നിലവിൽ വന്നതിന് ശേഷം നിലവിൽ വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ആപ്ലിക്കബിൾ ആകുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ കൂടിയുണ്ട്. വുമണിന് പാർലമെന്റിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും റിസർവേഷൻ സീറ്റ്സ് റിസർവ് ചെയ്യുന്ന അമെന്റ്മെന്റ് ആണെന്ന് ഈ ഒരു 106 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2023 എന്ന് പറയുന്നത്. ഇതാണ് ഇതുവരെയുള്ള അമെന്റ്മെന്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ അമെന്റ്മെന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാം. അതായത് വോട്ടിംഗ് ഏജ് 21 ഇയേഴ്സിൽ നിന്ന് 18 ഇയേഴ്സിലേക്ക് റെഡ്യൂസ് ചെയ്ത് ഏത് അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ്, അല്ലെങ്കിൽ വുമണിന് പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും റിസർവേഷൻ പ്രൊവൈഡ് ചെയ്ത് ഏത് അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ്, ലോക്സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിനെ നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊവിഷൻ അബോളിഷ് ചെയ്തത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ്, അല്ലെങ്കിൽ പ്രിയാമ്പിളിനകത്തേക്ക് 3 പുതിയ ടേംസ് ആഡ് ചെയ്തത് ഏത് അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ്.
ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഈ അമെൻമെന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കേണ്ടത് ആവശ്യവുമാണ്. ഇത്രയാണ് ഇതുവരെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു സെഷൻ മീറ്റ് ചെയ്യാം. താങ്ക്